ഹലോ എന്തെല്ലാം എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് കോഴിക്കോട് പോകാനുണ്ടായിരുന്നു. അപ്പോൾ ബേബിയിലേക്കാണ് കേട്ടോ പോകാനുള്ളത്. സ്കിന്നിൻ്റെ ഡോക്ടറെ കാണാനുണ്ടായിരുന്നു. അങ്ങനെ കോഴിക്കോട് സ്റ്റാൻഡിലെത്തിയപ്പോൾ നേരെ ചായ ഒക്കെ കുടിച്ചു. രാവിലെ തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഏകദേശം ഒരു 8:30 ആകുമ്പോഴത്തേക്ക് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ബില്ലൊക്കെ എടുത്തതിന് ശേഷം നേരെ ഡോക്ടർ റൂമിൻ്റെ അടുത്ത് വെയിറ്റിംഗ് ഏരിയയിൽ പോയി ഇരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ടൈം കഴിഞ്ഞിരുന്നു. ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഏകദേശം ഒരു 10 മണിയായിട്ടുണ്ട് കേട്ടോ ഡോക്ടർ വരാൻ. പിന്നെ അങ്ങനെ ഡോക്ടർ വന്നതിന് ശേഷം കാണിക്കുകയൊക്കെ ചെയ്ത് പിന്നെ അവിടുത്തെ ക്യാൻറ്റീനിലെ പബ്സ് സൂപ്പർ എന്ന് വെച്ചാൽ അടിപൊളി പബ്സാണ് കേട്ടോ. ചിക്കൻ പബ്സാണ് വാങ്ങിയത്. പിന്നെ ഒരു കോഫി കൂടെ കുടിച്ചു. അങ്ങനെ അതൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ മരുന്ന് വാങ്ങാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് മരുന്നിനുള്ള വെയിറ്റിംഗ് ആണ്. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. പിന്നെ മരുന്നൊക്കെ കിട്ടി കേട്ടോ. അങ്ങനെ മരുന്നൊക്കെ കിട്ടിയതിന് ശേഷം പിന്നെ ഞങ്ങൾ നേരെ പോയത് കോഴിക്കോട് പുതുതായി ഓപ്പൺ ആയിട്ടുള്ള ലുലു മാളിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് നേരെ ഓട്ടോ കയറി അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു. ലുലു കയറിയപാട് അത്യാവശ്യം നല്ല തിരക്ക് തന്നെയായിരുന്നു കേട്ടോ. ഭയങ്കര റഷായിരുന്നു. പിന്നെ അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിലുള്ള ലുലുവിൻ്റെ കണക്റ്റിലും പിന്നെ ഫാഷനിലൊക്കെ പോയി ഒന്ന് എല്ലാം നോക്കാൻ വിചാരിച്ചു. അങ്ങനെ അവിടുന്ന് മോൾക്കുള്ള ഡ്രസ്സൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. പിന്നെ ഡ്രസ്സിൻ്റെ സെക്ഷനിലേക്ക് പോയി. പിന്നെ അവിടുന്ന് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു, പക്ഷെ നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഓഫറുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊന്നൊക്കെ നോക്കി സെലക്ട് ചെയ്തു. പിന്നെ അതിന് ശേഷം പിന്നെ ബാഗിൻ്റെ സെക്ഷനിലൊക്കെ ഒന്ന് പോയിട്ടോ. ബാഗിൻ്റെ സെക്ഷൻ അടിപൊളിയായിരുന്നു. വെറൈറ്റി ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് കളക്ഷൻസും ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ അതൊക്കെ നോക്കിയതിന് ശേഷം ഫാൻസി ഏരിയയിലേക്കാണ് കേട്ടോ പോയത്. അപ്പോൾ ഫാൻസീൻ്റെ കളക്ഷന് ഒരുപാടൊന്നും ഇല്ലെങ്കിലും ഉള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള പീസുകളായിരുന്നു. പക്ഷെ നല്ല റേറ്റും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിന് ശേഷം പിന്നെ മേലെ പ്ലേ ഏരിയയിലൊന്ന് പോയി അവിടുന്ന് മൊത്തം ഒന്ന് റൗണ്ട് അടിച്ചു കേട്ടോ. അവിടെ അത്യാവശ്യം ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നേരെ താഴെ വന്ന് സ്റ്റാർബക്സിലൊന്ന് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മക്കൾക്ക് കോൾഡ് ഐറ്റം വേണ്ടതെന്ന് പറഞ്ഞിട്ട് അവർക്കൊരു കോൾഡിൻ്റെ ഒരു സംഭവം പറഞ്ഞു. ഞങ്ങളൊരു ക്യാപ്പച്ചിനോ പറഞ്ഞു. പിന്നെ ഒരു മഫിനും പിന്നെ ഒരു നട്ട്സിൻ്റെ ഒരു പാക്ക് കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ആ മഫിന് റേറ്റ് കുറച്ചുണ്ടെങ്കിലും പക്ഷേ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ അതിന് ശേഷം പിന്നെ ഹൈപ്പറിലേക്ക് കയറി അവിടുന്ന് അത്യാവശ്യം ഓഫറൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പറയാതിരിക്കാൻ വയ്യാത്തൊരു കാര്യം എന്താണ്, പിന്നെ അവിടെ ഫ്രൂട്ട്സ് എന്ന് വെച്ചാൽ അടിപൊളി എല്ലാ ഭാഗത്തുള്ള വെറൈറ്റി ആയിട്ടുള്ള നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത്യാവശ്യം നല്ല തിരക്ക് തന്നെയായിരുന്നു. ബില്ലിൻ്റെ കൗണ്ടറിലൊന്നും നിൽക്കാനുള്ള ഇതില്ലായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം പിന്നെ ഞങ്ങൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ എടുത്ത് നേരെ ബില്ല് ചെയ്ത് പിന്നെ അവിടുന്ന് നേരെ വിട്ടിട്ടോ. പിന്നെ നേരെ വീട്ടിലേക്ക് വന്ന് കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ ബസ് കയറി വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ.